കുറച്ച് അഗ്രഹാരത്തിൽ കുറച്ച് ആളുകളുണ്ട്, അവരെ കൂടി ഒന്ന് കണ്ടിട്ട് വരാം. നമുക്ക് അവർക്കൊരു പാട്ട് കൊടുക്കാം. നമസ്കാരം. എന്താ വർത്തമാനം? രഥോത്സവം കാണാൻ വന്നാ? അതാ വന്നുകൊണ്ടേയിരിക്കണു. ഈ കൊല്ലം ബലമാണ്. അയ്യോ, കുട്ടികളുടെ വലിയ ഉത്സാഹം. ഇത് എത്രാമത്തെ രഥോത്സവാ? അതിപ്പോ എനിക്കറിയില്ല. ഞാൻ ജനിച്ചത് മുമ്പിൽ നടക്കാൻ തുടങ്ങി. അയ്യോ, എനിക്ക് 87-88 വയസ്സായി. അതിന് മുമ്പേ നടക്കാൻ തുടങ്ങി. ഇത്തവണ പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ കൂടെയാ വന്നതല്ലേ? അതെ. അതുകൊണ്ടാണോ ഇത്രയും തിരക്ക്? അതെ. സന്തോഷായില്ലേ? സന്തോഷമായി. കാൻഡിഡേറ്റ് ആരും എല്ലാവരും ജയിക്കണം. എല്ലാവരും ജയിക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. എല്ലാവരും ജയിക്കണം, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും ജയിക്കണം. എങ്ങനെ, ഉഷാറാണോ രഥോത്സവം ഒക്കെ? ഇവിടെ തന്നെയാണോ താമസിക്കുന്നത്? ഞങ്ങളിവിടെ തന്നെ. ഇവിടെ തന്നെയാണ്. അപ്പൊ ഫിൽറ്റർ കോഫി ഒക്കെ കുടിച്ച് രഥം വരാൻ കാത്തിരിക്കുകയാണോ? ഫിൽട്ടർ കോഫി വീട്ടിൽ തന്നെ കുടിച്ചു. ഈ ഫിൽട്ടർ കോഫി തമ്മിൽ എന്താ, ഈ ഫിൽട്ടർ കോഫിയോട് ഇത്രയും ഒരു ഇഷ്ടം എന്താ? എവിടെ 42 കൊല്ലമായിട്ട് ഈ തേര് കാണുന്നതാണ്. അദ്ദേഹത്തിന്റെ 42ാമത്തെ തേരാണെന്നാണ്. 87. ഏതെങ്കിലും അവരുടെ സണ്ണില്ലോ മരുമകൻ, മിസ്റ്റർ മരുമകൻ. മിസ്റ്റർ മരുമകൻ പറയൂ. കോഫിയെ പറ്റി. കോഫി മെർച്ചന്റ് ആണ്. അപ്പൊ ഇത് പെരിയ ആള്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഈ ഒരു തിരക്കും ആവേശമൊക്കെ എങ്ങനെയുണ്ട്? എൻജോയിങ്. അപ്പോ യു എൻജോയ്. ഞങ്ങള് ഈ ഫിൽട്ടർ കോഫിയെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഈ കാപ്പിയും കൽപ്പാത്തിയും തമ്മിലുള്ള ബന്ധം. കാഫി മേഖല ബെസ്റ്റ് എക്സ്പെർട്ട് ആണ്. രഥോത്സവം കഴിഞ്ഞ് ഞങ്ങൾ വരുന്നുണ്ട്. കോയമ്പത്തൂരിലാണ് ആണ്. അപ്പൊ രഥോത്സവം കഴിയുമ്പോൾ ഞങ്ങൾ ആ കാപ്പി വാങ്ങിക്കാൻ വരുന്നുണ്ട്. ഓക്കെ. അപ്പോ ഈ ഫിൽട്ടർ കോഫിയെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും ആ ഫിൽട്ടർ കോഫിയുടെ നല്ലവണ്ണം ക്യാൻവാസ് ഉണ്ട്. എനിക്ക് 100 വയസ്സുണ്ട്. 100 വയസ്സുണ്ട്. ഈശ്വര ഭഗവാനെ, ഞാൻ 100 വയസ്സ് വരെ ജീവിക്കുമെന്നാണ് പറയുന്നത്. എന്തോ? നിങ്ങളുടെ ഒരു വലിയ ഫാനാണ്. താങ്ക് യു. ഇന്ന് ഞാനങ്ങ് പോസിറ്റിവിറ്റി കൊണ്ടൊക്കെ മരിക്കും തുളസി. തീർച്ചയായിട്ടും. എവിടെ ഹലോ.